ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിപ്രധാനമായ വിവരങ്ങൾ ഈ മണിക്കൂറിലെ തീപിടിപ്പിക്കുന്ന അതിപ്രധാനമായ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. സ്ക്രീനിൽ കാണാം അതിപ്രധാനമായ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. കടുത്ത നിലപാടിലാണ് പ്രതിപക്ഷ വി.ഡി. സതീശനുള്ളത്. സതീശൻ ചർച്ചയിൽ വഴങ്ങുന്നില്ല എന്ന സൂചന ഈ ചർച്ച തുടങ്ങിയപ്പോൾ 2 മണിക്കൂറിലെത്തുമ്പോൾ ആദ്യമായി സൂചനകൾ സതീശൻ ക്യാമ്പിൽ പുറത്തേക്ക് വരുന്നു. ചർച്ചകളുടെ ഭാഗമായ അത്തരം നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്ന വിവരം പുറത്തേക്ക് വരികയാണ്. സതീശൻ വഴങ്ങില്ല, വി.ഡി. സതീശൻ വഴങ്ങില്ല. കടുത്ത നിലപാടിലാണ് വി.ഡി. സതീശൻ. തിരഞ്ഞെടുപ്പിനെ നയിച്ചത് താനാണ്, താൻ പറഞ്ഞ രാഷ്ട്രീയം വിജയിച്ചിരിക്കുന്നു, വേണമെങ്കിൽ പറവൂർ തന്നെ ഒഴിഞ്ഞു തരാം. കെ.സി. വേണുഗോപാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറയുമ്പോൾ വി.ഡി. സതീശൻ വഴങ്ങില്ല. വി. ബാലഗോപാലിന്റെ ബാലു പറയൂ, ഏത് നിലയിലാണ് ഇപ്പോൾ സമ്മർദ്ദം? അതിശക്തമായ സമ്മർദ്ദമാണ് വി.ഡി. സതീശൻ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുൻപാകെ വച്ചിരിക്കുന്നത്. ഇന്ന് ഈ ചർച്ചകൾക്ക് തൊട്ടു മുമ്പാണ് കോൺഗ്രസ് നേതൃത്വത്തെ വി.ഡി. സതീശൻ തന്റെ നിലപാട് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നതെന്ന വാർത്തയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് ബ്രേക്ക് ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി.ഡി. സതീശൻ ഈ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് താൻ മുഖ്യമന്ത്രി അല്ല എങ്കിൽ മന്ത്രിസഭയിലേക്ക് താനില്ല, MLA ആയി തുടരുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല, പറവൂരിന്റെ MLA സ്ഥാനം ഒഴിഞ്ഞു നൽകാം, അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാലിന് മത്സരിക്കാമെന്ന സുപ്രധാനമായ നിലപാടാണ് ഈ വി.ഡി. സതീശൻ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് മുമ്പാകെ അറിയിച്ചിരിക്കുന്നത്. അതേ നിലപാട് വി.ഡി. സതീശൻ ഇന്ന് ഈ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലും അദ്ദേഹം അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി താൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്റെ ക്ലെയിം താൻ പിന്മാറാം, പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല, താൻ MLA ആയി തുടരില്ല, പറവൂരിന്റെ MLA സ്ഥാനം താൻ രാജിവെക്കാം. ആ രാജിവെക്കുന്ന സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിന് മത്സരിക്കാം. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കെ.സി. വേണുഗോപാലിന് മത്സരിക്കാമെന്ന ഒരു സുപ്രധാനമായ നിലപാടാണ് തൊട്ട് മുൻപ് തന്നെ ഹൈക്കമാൻഡ് തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നു. ഒന്നുകിൽ മുഖ്യമന്ത്രി പദം, അത് സ്വാഭാവികമായി തന്നെയാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ ക്ലെയിം മുന്നോട്ട് വയ്ക്കുന്നു. അതില്ലെങ്കിൽ ഒന്നും വേണ്ട, മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാട് ചർച്ചയ്ക്ക് മുൻപ് തന്നെ അറിയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി കൂടി പങ്കെടുക്കുന്ന ചർച്ചയാണല്ലോ. അപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവത്തിലാണ്. തീർച്ചയായും കാര്യങ്ങൾ വളരെ ഗൗരവത്തോട് ആണ്. എന്നോടൊപ്പം ഇപ്പോൾ പി ബസന്ത് കൂടി ചേരുകയാണ്. ബസന്ത്, നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്ത വി.ഡി. സതീശൻ തന്റെ ഏറ്റവും വലിയ സമ്മർദ്ദം, അത് ഒരുപക്ഷെ വി.ഡി. സതീശന്റെ തുറപ്പ് ചീട്ടെന്ന് പറയാവുന്ന ഒരു സമ്മർദ്ദമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചിരിക്കുന്നത്. ഈ സമ്മർദ്ദം ഇപ്പോൾ നടക്കുന്ന ഈ യോഗത്തിൽ വർക്ക് ചെയ്യുമോ ഇല്ലയോ? അല്ല, സതീശനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ പിന്നെ ഇതല്ലാതെ വേറെ വഴിയില്ല. ഏതായിരുന്നാലും ഒരു വലിയ തോതിലുള്ള ഒരു അകൽച്ച ഈ കോൺഗ്രസിന്റെ അകത്ത് ഇപ്പോൾ വന്നു കഴിഞ്ഞു നേതാക്കൾക്കിടയിൽ തന്നെ. സതീശന് കെ.സി. വേണുഗോപാൽ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിലേക്ക് വരില്ല എന്നുള്ളൊരു സൂചന നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് തന്റെ 5 കൊല്ലത്തെ പ്രവർത്തനത്തിൽ അധികാരത്തിലേറിയ ഒരു സാഹചര്യത്തിൽ തന്നെ മാറ്റി നിർത്തി മറ്റൊരാളെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം, അതിന് തനിക്ക് യോജിപ്പില്ല എന്നുള്ളത് സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ വളരെ അടുത്ത വൃത്തങ്ങളിൽ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതാണ്, ഞാൻ ഒഴിഞ്ഞു തരാം, ആ MLA സീറ്റിലേക്ക് അദ്ദേഹം മത്സരിക്കട്ടെ എന്നുള്ള ആ ഒരു നിലപാട്. അത് ഒരുപക്ഷെ ഏറ്റവും വലിയൊരു സമ്മർദ്ദ തന്ത്രമാണ്. അത് എത്രത്തോളം വർക്കൗട്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടേതാണ് അന്തിമമായ തീരുമാനം. ഖാർഗെ AICC അധ്യക്ഷനാണെങ്കിലും ഗാന്ധി കുടുംബത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും തീരുമാനം അന്തിമമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ വരുമ്പോഴുള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കെ.സി. വേണുഗോപാലിനെ കൈവിടാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ഒരു വിഷയം അവിടെ ഉണ്ട്. കൈവിടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു സമ്മർദ്ദം അത് വർക്കൗട്ട് ചെയ്യുമോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അതിന് വഴങ്ങുമോ എന്നുള്ളത്. പക്ഷെ അതിന് മറുഭാഗം മറ്റൊന്നുകൂടിയുണ്ട്. ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്, ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള നിലപാട്, അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം എന്നുള്ളത് ലീഗിന്റെ വലിയ അതിശക്തമായ സമ്മർദ്ദം തന്നെയുണ്ട്. അത് നിരീക്ഷകരുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ കുഞ്ഞാലിക്കുട്ടി അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം, മറ്റൊന്ന് ഞങ്ങളുടെ ചോയ്സ് എന്താണ് എന്നുള്ളത് പരോക്ഷമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. വയനാടിന്റെ സാഹചര്യങ്ങൾ അടക്കം അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതും കൂടി കണ്ടുകൊണ്ട് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിൽ ഈ സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ താൻ മാറി നിൽക്കാൻ തയ്യാർ എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്
സതീശൻ നീങ്ങുകയും അത് അംഗീകരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു വസ്തുതയാണ്. അതായത് സതീശനെ ഇന്നത്തെ സാഹചര്യത്തിൽ മാറ്റി നിർത്തുന്നത് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളതാണ്. സതീശനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിൽ മാത്രമേ ഇന്ന് കോൺഗ്രസിന് കേരളത്തിൽ സുസ്ഥിരമായൊരു ഭരണം നൽകാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും വസ്തു പറഞ്ഞതുപോലെ തന്നെ സതീശന് ഈ സമ്മർദ്ദം അതിശക്തമായി കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പാകെ ഉന്നയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുമെന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെയില്ല. സതീശന്റെ അടുപ്പമുള്ള കേന്ദ്രങ്ങൾ, അതായത് ഒന്നിലധികം ആൾക്കാരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അതിലൊക്കെ അവർ ഇക്കാര്യം, അതായത് ഈ യോഗത്തിന് പോകുന്നതിന് മുമ്പ് സതീശൻ, ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കളോട് തന്റെ ഈ നിലപാട് അറിയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അക്കാര്യം രാഹുൽ ഗാന്ധിയും താൻ അറിയിക്കും. തനിക്ക് മുഖ്യമന്ത്രി പദവി വേണമെന്നില്ല, അങ്ങനെ നൽകുന്നില്ല എങ്കിൽ തന്നെ മന്ത്രിസഭയിൽ വച്ച് ഇങ്ങനെ മന്ത്രിയായി നിൽക്കുവാൻ വേണ്ടി താൻ ആഗ്രഹിക്കുന്നില്ല. അതിലും അപ്പുറത്തേക്ക് പറവൂരിന്റെ MLA സ്ഥാനം ഒഴിയാൻ വേണ്ടി താൻ തയ്യാറാണ്. അങ്ങനെ ഒഴിയുമ്പോൾ ആ സ്ഥാനത്ത് പറവൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ മത്സരിക്കട്ടെ എന്നൊരു നിലപാടാണ് ഇപ്പോൾ VD സതീശൻ പാർട്ടിയുടെ നേതൃത്വത്തിന് മുമ്പാകെ വച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ പറവൂർ കൂടി ഒഴിയാം എന്ന് പറയുമ്പോൾ ഏറ്റവും കടുത്ത സ്റ്റെപ്പ് എന്താണോ ആ സ്റ്റെപ്പിലേക്ക് VD നീങ്ങുന്നതല്ലേ?